ഇത് രാജീവാണ്, അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ നിന്ന്. അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഒരു ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ്. കമ്പനി സെക്രട്ടറി കോഴ്സിന് നമ്മൾ ഗുരുകുലം രീതിയിലാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. 25 പേർക്കാണ് ഒരു സമയത്ത് അഡ്മിഷൻ നമ്മൾ കൊടുക്കുന്നത്. ഇന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു കമ്പനി സെക്രട്ടറി കോച്ചിങ് സെൻ്ററാണ് അർത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് പറയുന്നത്, ഡിസംബർ 2025 എക്സാം, ഈ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുക. കാരണം ഒരു സംശയവുമില്ലാതെ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കണം എന്നതുകൊണ്ട് മാത്രമാണ്. CS എക്സിക്യൂട്ടീവിൻ്റെയും CS പ്രൊഫഷണലിൻ്റെയും ഈ എക്സാം രജിസ്ട്രേഷൻ വിൻഡോ സെപ്റ്റംബർ 25 ക്ലോസ് ആകും. അതിനുശേഷം ലേറ്റ് ഫീ അടച്ചിട്ടാണ് നമുക്കൊരു 10 ദിവസം കൂടെ രജിസ്ട്രേഷന് അവസരം കിട്ടുന്നത്. ഈ എക്സാം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഈ ഏത് മോഡ്യൂളാണോ നിങ്ങൾ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്നത് ആ മോഡ്യൂളിനാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഒരു മോഡ്യൂളിന് 1500 രൂപയാണ്. എന്നാൽ പഴയ മോഡ്യൂളിൽ, പഴയ സിലബസിൽ 2017 സിലബസിൽ രജിസ്റ്റർ ചെയ്തവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉദാഹരണം, അവർക്ക് ഏതെങ്കിലും പഴയ സിലബസിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ അവർക്ക് ഒരു എക്സംഷൻ കിട്ടിയിട്ടുണ്ട്, ഒരു ഗ്രൂപ്പ് പാസ്സായി എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് 2 മോഡ്യൂളും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. കാരണം പേപ്പറുകൾ ടാക്സ് ആദ്യത്തെ മോഡ്യൂളിൽ നിന്നും രണ്ടാമത്തെ മോഡ്യൂളിലേക്ക് പോയി, CIFM രണ്ടാമത്തെ മോഡ്യൂളിൽ നിന്നും ആദ്യത്തെ മോഡ്യൂളിലേക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് ഏത് മോഡ്യൂളാണെങ്കിലും പഴയ 2017 സിലബസിൽ പരീക്ഷ എഴുതിയവരാണെന്നുണ്ടെങ്കിൽ അവർ 2 മോഡ്യൂളിന് എക്സാം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അതായത് 3000 രൂപ അവർക്ക് രജിസ്ട്രേഷൻ ഫീസ് ആകും. ശ്രദ്ധിക്കുക, പുതിയ സിലബസിൽ പരീക്ഷ എഴുതി പുതിയ സിലബസ് 2022 സിലബസിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നമില്ല. പഴയ സിലബസിൽ പരീക്ഷ എഴുതി അതിൽ എക്സംഷൻ കിട്ടിയവരാണെങ്കിൽ ഈ പ്രോബ്ലം ഉണ്ട്. ഇനി പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യുന്ന മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന്, നിങ്ങൾ TDOP അല്ലെങ്കിൽ ODOP ചെയ്തിരിക്കണം. പഴയ സിലബസിൽ പരീക്ഷ എഴുതിയവരാണെന്നുണ്ടെങ്കിൽ അവർ 1 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ചെയ്തിരിക്കും. ഫെബ്രുവരി 2025 ശേഷം രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ അവർ 3 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ചെയ്തിരിക്കണം. ഈ 3 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ആൾമോസ്റ്റ് എല്ലാവരും ചെയ്തിരിക്കും. ഇനി അതിനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ചെയ്യാൻ നോക്കുക. നിയറസ്റ്റ് ചാപ്റ്ററിനെ കോൺടാക്ട് ചെയ്യുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നോടും ചോദിക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഞാൻ അതിൻ്റെ ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. രണ്ടാമത് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ പ്രീ എക്സാമിനേഷൻ ടെസ്റ്റ് ഉണ്ട്. ഇതൊരു ഓൺലൈൻ ടെസ്റ്റാണ്. ഈ പ്രീ എക്സാമിനേഷൻ ടെസ്റ്റ് എഴുതാതെ നിങ്ങൾക്ക് ഒരിക്കലും CS-ൻ്റെ രജിസ്ട്രേഷൻ എക്സിക്യൂട്ടീവിനോ പ്രൊഫഷണലിനോ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഈ പ്രീ എക്സാമിനേഷൻ ടെസ്റ്റ് TCS ION നിങ്ങളുടെ ലേണിംഗ് പോർട്ടലിൽ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതിന് നിങ്ങൾക്ക് നിങ്ങളുടെ യൂസർ IDയും പാസ്വേഡും നിങ്ങൾക്ക് ആൾറെഡി മെയിലിൽ വന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറാണ് അതിൻ്റെ യൂസർ ID ഉണ്ടാവുക. ഫോർഗോട്ട് പാസ്വേഡ് അടിച്ച് നിങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. ഇതിൽ ഓരോ പരീക്ഷയും നിങ്ങൾക്ക് 99 പ്രാവശ്യം വരെ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പരീക്ഷകൾ നിങ്ങൾക്ക് എഴുതി കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിനുള്ളത്. ഈ പ്രീ എക്സാമിനേഷൻ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് എക്സാം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രീ എക്സാമിനേഷൻ ടെസ്റ്റ് ചെയ്യുക. പിന്നെ ഈ രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് മാത്രമായില്ല, നന്നായിട്ട് പഠിക്കണം. പഠിച്ചാൽ മാത്രമേ പരീക്ഷ പാസ്സാകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. രജിസ്ട്രേഷൻ ഈ ഡെഡ് ലൈനിൻ്റെ മുമ്പ് തന്നെ, സെപ്റ്റംബർ 25 മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ഇതിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് അതിൽ വാട്സാപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ ഡിസംബറിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികളോടാണ് ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും സമയം ഈ വീഡിയോ കണ്ടതിന് നിങ്ങളോട് നന്ദി. അടുത്ത വീഡിയോയുമായി ഞാൻ പിന്നീട് വരുന്നതാണ്. ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ്. താങ്ക് യു.